വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ പത്തനംതിട്ട CPIM-ൽ പരസ്യ പ്രതിഷേധം. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. രാജു അബ്രഹാമിന്റെ ചിത്രം സഹിതമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ ജില്ലയിലെ നേതാക്കളുടെ നിലപാടിനെതിരെ ഈ അടക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നതാണ്. അത്തരത്തിൽ ഉള്ള ആ ഉൾപാർട്ടിയിലെ ചർച്ചകളൊക്കെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു തിരിച്ചടിയായതോടുകൂടി മറനീക്കി പുറത്തു വരികയാണോ? പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പാളിച്ചുണ്ടായെന്ന തരത്തിലുള്ള വിമർശനമാണ് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയാണ് CPIM-ലെ ഏരിയ കമ്മിറ്റി അംഗം തന്നെ അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ജില്ലയിൽ തന്നെയുള്ള നേതാവായ രാജു അബ്രഹാമിനെ പരിഗണിക്കാതിരുന്നതും തോമസ് ഐസക്കിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി തോൽപ്പിച്ചെന്ന തരത്തിലുള്ള വികാരം വലിയ തോതിൽ പ്രവർത്തകർ പങ്കുവെക്കുന്നു. ശ്രീജിത്ത്, ആ അടക്കം പറച്ചിലുകളൊക്കെ പരസ്യമായ പ്രതിഷേധത്തിലേക്ക് വരികയാണോ? അടക്കം പറച്ചിലുകൾ പരസ്യമായ പ്രതിഷേധത്തിലേക്ക് വരികയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരിയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കുമ്പഴ സ്വദേശിയാണ്, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് അൻസാരി. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന ഒരു ജ്വല്ലറി പരസ്യത്തിന്റെ പഴയ വെച്ച് ഒരു പരസ്യത്തിന്റെ വാചകം വെച്ച് രാജു അബ്രഹാമിന്റെ ചിത്രം വെച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ തന്നെ ആർക്കും തന്നെ മനസ്സിലാവുന്നതാണ് സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് പ്രശ്നം വന്നത്. എന്തായാലും ഇത് പോസ്റ്റ് വിവാദമായതോടുകൂടി നേതാക്കൾ ഇടപെട്ട് അടിയന്തരമായി തന്നെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആ പോസ്റ്റിന് അടിയിൽ വന്ന ചില കമന്റുകളും കൃത്യമായ രീതിയിൽ ശരി. ഏതായാലും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണ ഘട്ടത്തിലൊക്കെ പല പ്രശ്നങ്ങളും പത്തനംതിട്ടയിലെ CPM-ൽ ഉണ്ടായിരുന്നതാണ്. ഏതായാലും അത്തരത്തിലുള്ള വികാരം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അതൊരു പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ശ്രീജിത്ത് ശ്രീകുമാരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.